ആശാ വർക്കർമാരുടേത് രാഷ്ട്രീയ കളിയെന്ന് എം.വി. ഗോവിന്ദൻ. നിലമ്പൂരിൽ വരുന്ന ആശമാർ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാം വ്യക്തമായില്ലേ എന്നും എം.വി. ഗോവിന്ദൻ ചോദിച്ചു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയം മനസ്സിലായല്ലോ. ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ് അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടതാണ് ആശമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ പറയുന്നത് ഈ ആശമാർ മുഴുവൻ ആശമാരല്ല, അതിലെ 1% ആശമാരാണ്. കൃത്യമായിട്ട് ഞാൻ പറയാം, 1% ആശമാരാണ്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കോൺഗ്രസിന്റെ സമരമാണ്. അത്രയും ഞങ്ങൾ ഈ കൂടി കാണുന്നുള്ളൂ. വിവരങ്ങളുമായി അരുൺ ആലത്തുറപ്പും ചേരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരോ BJP-കാരോ ഒക്കെയാണ് സമരം ചെയ്യുന്നതെങ്കിൽ അത് അവകാശത്തിന് വേണ്ടിയാണെങ്കിൽ അതിന് പരിഹാരം കാണേണ്ട എന്നാണോ എം.വി. ഗോവിന്ദൻ ഉദ്ദേശിക്കുന്നത്? ഇത്ര ദിവസങ്ങളായി മഴയും വെയിലും ഏറ്റുവാങ്ങി ഇവിടെ ആശമാർ സമരമിരിക്കുന്നു. അതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പോലും സർക്കാർ തയ്യാറാകാതെ വരുമ്പോൾ സ്വാഭാവികമായ രോഷപ്രകടനമല്ലേ അവിടെ ആശമാർ പ്രചാരണ രംഗത്ത് നടത്തുന്നത്? അതിനെ എം.വി. ഗോവിന്ദൻ വീണ്ടും പരിഹസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ആശാസമരത്തിന് നേരെ സർക്കാർ കണ്ണടയ്ക്കുന്നു. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ യാതൊരു തരത്തിലും കണ്ടില്ലെന്ന് നടിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി നേരത്തെയും ഈ അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചതാണ്. ഇപ്പോഴേതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലും അത് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെയാണ് എം.വി. ഗോവിന്ദൻ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ ആശമാർ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ടല്ലോ, സ്വരാജിനെതിരെയും സർക്കാരിനെതിരെയുമാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആശമാർ ഇറങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അത് രാഷ്ട്രീയ കളിയാണ് എന്നും UDF-കാരാണ് അല്ലെങ്കിൽ BJP-കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആശാ സമരത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിലമ്പൂരിലെ മണ്ണിൽ പോലും ഈ ആശമാർ സമരത്തിന് ഈ പ്രതിഷേധത്തിൻ്റെ സ്വരമുയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ അതിനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് പുറകിലായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ആശമാർ ഈ പ്രചാരണത്തിന് വേണ്ടിയെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. ഉടൻ തന്നെ ഈ ചന്തക്കുന്ന് ഭാഗത്തെ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ആശമാർ ഉള്ളത്. ഇവിടെ നിന്നായിരിക്കും ഇവരുടെ ഈ ഒരു പ്രചാരണം ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ആശമാരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നിലമ്പൂരിലെ മണ്ണിൽ ആരംഭിക്കും. അവരുടെ ആവശ്യം വേതനം വർദ്ധിപ്പിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അവർ ഈ ആശമാര് ചില വിരമിക്കുന്ന സമയത്ത് വിരമിക്കൽ ആനുകൂല്യം ചില സംഗതികളുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഈ 2 കണ്ടീഷൻസാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങേറ്റം എന്തോ മോശപ്പെട്ട കാര്യം നടക്കുന്നു. ഈ രാജ്യത്ത് എത്രയേറെ സമരങ്ങൾ നടന്നിട്ടുള്ള ഒരിടമാണ്. പക്ഷേ ഈ ആശമാർ സമരം ചെയ്യുമ്പോൾ മാത്രം ആ സ്ത്രീകളെ അങ്ങേറ്റം നിന്ദ്യമായിട്ട് ചിത്രീകരിക്കുകയാണ്, അപമാനിക്കുകയാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കേരള സമൂഹം സമ്മതിക്കരുത്. കേരളത്തിലെ മനുഷ്യർക്കൊരു അന്തസ്സുണ്ട്. ആ അന്തസ്സിന് നിരക്കുന്ന നമ്മുടെ സർക്കാർ കാണിക്കേണ്ടത്.